പല കാരണം കൊണ്ട് നമുക്ക് നമ്മുടെ തേർഡ് മോളാർ അല്ലെങ്കിൽ വിസ്ഡം ടൂത്ത് എക്സ്ട്രാക്ട് ചെയ്ത് കളയേണ്ടി വരാറുണ്ട്. എന്നാൽ ഇനി അതൊരു മെഡിക്കൽ വേസ്റ്റ് ആയിട്ട് കളയാൻ വരട്ടെ എന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. എന്താണെന്നറിയോ, ഈ എക്സ്ട്രാക്ട് ചെയ്ത് കളയുന്ന തേർഡ് മോളാറിൽ ഒരു റിച്ച് സപ്ലൈ ഓഫ് സ്റ്റെം സെൽസ് ഉണ്ട് അത്രേ. യൂഷ്വലി നമ്മൾ ഈ സ്റ്റെം സെൽസ് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോൺ മാരോയോ അല്ലെങ്കിൽ ബ്ലഡോ ഒക്കെയാണ് ഉപയോഗിക്കുക. ആൻഡ് ദാറ്റ്സ് എ വെരി ടീഡിയസ് പ്രൊസീജിയർ. അപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ചുമ്മാ പറിച്ചു കളയുന്ന പല്ലിൽ ഇത്രയും സ്റ്റെം സെൽസ് ഉണ്ടെന്ന് പറയുന്നത് ഒരു അടിപൊളി കാര്യമല്ലേ? ഈ സ്റ്റെം സെൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് എന്തിനാണെന്നാണോ? ഈവൻ മെഡിക്കൽ ഫീൽഡ് ഫെയിൽ ചെയ്യുന്ന കണ്ടീഷൻസ് ലൈക്ക് ന്യൂറോ ഡീജനറേറ്റീവ് ആയിട്ടുള്ള പാർക്കിൻസോണിസം, അൽസൈമേഴ്സ് അല്ലെങ്കിൽ ആർത്രൈറ്റിസ്, അൺകൺട്രോൾ ഡയബറ്റീസ്, ഈവൻ സ്പൈനൽ ഇഞ്ചുറീസിൽ വരെ പ്രോമിസിങ് റിസൾട്ടാണ് ഈ സ്റ്റെം സെൽസ് കാണിക്കുന്നത്. അപ്പോൾ ഹൂ നോസ്, നമ്മൾ ഭാവിയിൽ മെഡിക്കൽ ഫീൽഡൊന്നും അൺലോക്ക് ചെയ്യാത്ത ഒരു പൊട്ടൻഷ്യൽ ഈ സ്റ്റെം സെൽസിനുണ്ടെങ്കിലോ? അപ്പോൾ പറഞ്ഞു വന്നത്, എടുത്തു കളയുന്ന തേർഡ് മോളാർസ് വെറുതെ അങ്ങ് കളയാണ്ട് ക്രയോ പ്രിസർവേഷനൊക്കെ ചെയ്ത് വെച്ചാൽ ഈവൻ കൺവെൻഷണൽ മെഡിസിൻ ഫെയിൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഈ സ്റ്റെം സെൽ തെറാപ്പിയൊക്കെ വഴി നമുക്കൊരു നല്ല ഫ്രണ്ടായിട്ട് ഹെൽപ്പ് ചെയ്യാം എന്നാണ്.